നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. പാവലിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. കുക്കുർബിറ്റേസി കുടുംബത്തിലെ മൊമോർഡിക്ക ജനുസിൽപ്പെട്ട ഒരു പച്ചക്കറിയും ഔഷധ സസ്യവുമാണ് പാവൽ എന്ന് പറയുന്നത്. ഇത് വെള്ളരി വർഗ്ഗത്തിൽപ്പെട്ട ഒന്നാണ്. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കാം. ഏഷ്യൻ ഭാഷകളിൽ നിന്ന് കടമെടുത്ത പേരുകളിൽ നിന്നാണ് ലോകത്തിലെ വിവിധ ഭാഷകളിലുള്ള പാവലിൻ്റെ പേരുകൾ ഉണ്ടായിട്ടുള്ളത്. ശാസ്ത്രീയ നാമം മൊമോർഡിക്ക ചരന്തിയ എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ പാവലെന്നും കയ്പ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ബിറ്റർ മെലൺ, ബിറ്റർ ഗോഡ്, ബിറ്റർ സ്ക്വാഷ്, ബാൾസം പിയർ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ ശുശവി എന്നും കാരവെല്ല എന്നും കാരവെല്ലക എന്നും കഠില്ലക എന്നും ഒക്കെ പറയാറുണ്ട്. ഹിന്ദിയിൽ ഇതിനെ കരേല എന്നാണ് പറയുന്നത്. കന്നഡ ഭാഷയിൽ ഇതിനെ ഹാഗല എന്നാണ് പറയുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ കക്കരക്കായ എന്ന് പറയാറുണ്ട്. തമിഴിൽ ഇതിനെ പാക്കലെന്നും പാകലെന്നും പാക്കർക്കായ് എന്നും പറയാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഉഷ്ണ മിതശീതോഷ്ണ മേഖലകളിൽ വളരുന്ന ഒരു സസ്യമാണ് പാവല്. പാവലിൻ്റെ ഉത്ഭവം ഇന്ത്യയിലാണെന്നാണ് കരുതപ്പെടുന്നത്. 14-ാം നൂറ്റാണ്ടിൽ ഇത് ചൈനയിലേക്ക് എത്തപ്പെട്ടുവെന്നും അവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചുവെന്നുമൊക്കെയാണ് പറയപ്പെടുന്നത്. ഏഷ്യ, ആഫ്രിക്ക, കരീബിയൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ സമൃദ്ധമായി ഇത് കൃഷി ചെയ്യുന്നുണ്ട്. രൂപവിവരണം നോക്കാം. ഏകദേശം 5 മീറ്റർ വരെ നീളമുള്ള വള്ളിച്ചെടിയാണ് പാവൽ അല്ലെങ്കിൽ കയ്പ. ചെടിയുടെ തണ്ടിൻ്റെ ഇരുവശത്തുമായി കൈപ്പത്തിയുടെ രൂപത്തിലുള്ള ഇലകളുണ്ടാകുന്നു. ഇലകളുടെ അഗ്രഭാഗം 3 മുതൽ 7 വരെ ഖണ്ഡങ്ങളായി വേർപെട്ട് കാണുന്നു. ഇലകൾക്ക് 4 മുതൽ 12 സെൻറ്റിമീറ്റർ വരെ വീതി ഉണ്ടാകും. ആൺപൂവും പെൺപൂവും വെവ്വേറെ കാണപ്പെടുന്നുണ്ട് ഒരേ ചെടിയിൽ തന്നെ. പൂക്കൾക്ക് മഞ്ഞ നിറവും കായ്കളുടെ ഉപരിതലം മുള്ളുകൾ പോലുള്ളതുമാണ്. ഇതിൻ്റെ ഫലത്തിന് കയ്പരസമാണുള്ളത്. ഫലത്തിൻ്റെ ഉപരിതലമാണ് ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്നത്. കായയുടെ ഉൾഭാഗം പഞ്ഞി പോലെ കാണപ്പെടുന്നു. ഇതിനുള്ളിലാണ് പരന്ന വിത്തുകൾ കാണപ്പെടുന്നത്. പഴുത്ത ഫലത്തിൻ്റെ ഉൾഭാഗം പഞ്ഞു പോലെ ഇരിക്കുന്നതോടം ചുവപ്പ് നിറമായിട്ട് മാറും. ഇനങ്ങളെ നോക്കാം. ആകൃതി, വലിപ്പം, കയ്പ്, രുചി എന്നിവയുടെ കാര്യത്തിൽ വളരെയധികം വ്യത്യസ്തത പുലർത്തുന്ന നിരവധി ഇനങ്ങൾ പാവലിനുണ്ട്. കാരവേല്ലം എന്നറിയപ്പെടുന്ന ഇനം കയ്പയ്ക്ക് വെള്ളരിക്കയുടെ ആകൃതിയും കുറഞ്ഞ കയ്പുമാണുള്ളത്. കാരവല്ലി എന്നറിയപ്പെടുന്നതിന് കൂടുതൽ കയ്പും രൂപം ഉരുണ്ട അണ്ഡാകൃതിയിലായിരിക്കും. കാരവല്ലിയെ പൊതുവെ കാട്ടുപാവൽ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. പ്രിയ, പ്രീതി, പ്രിയങ്ക എന്നീ സങ്കര ഇനങ്ങളാണ് കേരളത്തിൽ പൊതുവായിട്ട് കൃഷി ചെയ്തു വരുന്നത്. പൊതുവിഭവങ്ങളെ നോക്കാം. ഭക്ഷ്യവിഭവം എന്ന നിലയിൽ കിഴക്കൻ ഏഷ്യ, തെക്കൻ ഏഷ്യ, തെക്ക് കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ വ്യാപകമായി ഉപയോഗിച്ച് വരുന്നുണ്ട്. പച്ചയ്ക്കും കറി വെച്ച് ഉപയോഗിക്കാറുണ്ട്. കൊണ്ടാട്ടമായും ഉപയോഗിക്കാറുണ്ട്. രാസഘടകങ്ങളെ നോക്കാം. വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന മൊമോർഡിൻസിൻ എന്ന ആൽക്കലോയിഡ്, സാപ്പോണിൻ ഒരു ഗ്ലൂക്കോസൈഡ്, മഞ്ഞ നിറത്തിലുള്ള ഒരു അമ്ലവസ്തു, റസിൻ, ആൽബുമിനോയിഡ് എന്നിവ ഫലത്തിലും ഇലയിലും കാണപ്പെടുന്നുണ്ട്. വിത്തിൽ 26.5% തൈലമുണ്ട്. ഫലത്തിൽ നിശ്ചിത അളവിൽ അസ്കോർബിക് അമ്ലം അടങ്ങിയിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. പാവലിൻ്റെ കായും ഇലയും വേരും ഔഷധയോഗ്യമാണ്. കഫ, പൈത്തിക വികാരങ്ങൾ, അർശസ് എന്നിവ ശമിപ്പിക്കുന്നതാണ്. പ്രമേഹം കുറയ്ക്കുന്നതാണ്. ചെറിയ തോതിൽ അണുനാശിനിയാണ്. വിളർച്ച, കൃമിവികാരങ്ങൾ എന്നിവയ്ക്ക് നല്ലതാണ്. വായ്പുണ്ണ്, മുലപ്പാല്, രാക്കണ്ണ്, ചൊറി, മൂലക്കുരു, കുഷ്ഠവ്രണങ്ങൾ എന്നിവയ്ക്കെല്ലാം പാവൽ വിവിധ തരത്തിൽ ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. പാവയ്ക്ക നീര് മറ്റൊന്നും ചേർക്കാതെ വെറുതെ ജ്യൂസായി കഴിക്കുന്നത് പ്രമേഹത്തെ ശമിപ്പിക്കുന്നതാണ്. 2. പാവയ്ക്ക അരിഞ്ഞ് തൈരിലിട്ട് ഉപ്പ് ചേർത്ത് ചവച്ച് തിന്നുന്നത് പ്രമേഹ നിയന്ത്രണത്തിന് ഉത്തമമാണ്. 3. ത്വക്ക് രോഗങ്ങൾക്ക് പാവലിൻ്റെ ഇലയും തണ്ടും കായും അരച്ച് തേക്കുന്നത് നല്ലതാണ്. 4. പാവലിലയുടെ നീര് 3 ദിവസം 3 പ്രാവശ്യം വീതം കാലിൻ്റെ വെള്ളയിൽ തേച്ച് തിരുമിയാൽ ഉള്ളംകാലിലെ പുകച്ചിലിന് ശമനമുണ്ടാകും. 5. പാവലിലയുടെ നീര് കുരുമുളക് ചൂർണവുമായി ചേർത്ത് നേത്രകോളത്തിന് പുറമേ തേക്കുന്നത് രാത്രിയിലുണ്ടാകുന്ന കാഴ്ചക്കുറവിന് പരിഹാരമാണ്. 6. പാവയ്ക്ക നീരും എള്ളെണ്ണയും ചേർത്ത് കഴിക്കുന്നത് കോളറയ്ക്കും പകർച്ചവ്യാധിക്കും ശമനമുണ്ടാക്കും. 7. പാവലിലയും കായും ദിവസവും ഉപയോഗിച്ചാൽ കരൾ, പ്ലീഹ എന്നിവയിലുണ്ടാകുന്ന അതിൻ്റെ ആരോഗ്യം ഉണ്ടാവുകയും രോഗാണുക്കൾ ബാധിക്കുന്നതൊക്കെ തടയാൻ സാധിക്കും.
8. പാവലിൻ്റെ ഇലയുടെ നീര് ഓരോ സ്പൂൺ വീതം ദിവസം 2 നേരം പതിവായി കഴിച്ചാൽ മഞ്ഞപ്പിത്തത്തിന് നല്ലൊരു മരുന്നാണ്. 9. പാവയ്ക്ക അരച്ച് വെള്ളത്തിൽ കലക്കി പതിവായി കഴിച്ചാൽ ശരീരത്തിലുണ്ടാകുന്ന അസഹ്യമായ ചൊറിച്ചിലിന് വളരെ നല്ല മരുന്നാണ്. 10. പാവലിൻ്റെ ഇലയുടെ നീരും ഇന്ദുപ്പും കായവും ചേർത്ത് കഴിക്കുന്നത് കൃമിരോഗങ്ങളെ ശമിക്കുന്നതിന് നല്ലൊരു മരുന്നാണ്. 11. ഒരു പാവയ്ക്കയും 2 അരയാലിൻ്റെ ഇലയും കൂടി ചതച്ച് മോരിൽ കലക്കി ഒരു ദിവസം 1 നേരം വീതം പതിവായി കഴിച്ചാൽ അർശസ് ശമിക്കാൻ നല്ലൊരു മരുന്നാണ്. 12. പാവലിൻ്റെ ഇല അരച്ച് തേൾ കുത്തിയ ഭാഗത്ത് പുരട്ടുന്നത് തേൾവിഷം ശമിക്കാൻ നല്ലൊരു മരുന്നാണ്. മാത്രമല്ല പല്ലിവിഷത്തിനും ഇത് നല്ലതാണ്. 13. പാവലിൻ്റെ വേര് അരച്ച് മോരിൽ ചേർത്ത് ദിവസവും 1 നേരം വീതം കഴിച്ചാൽ അർശസിന് ശമനമുണ്ടാകും. അർശസ് മൂലമുണ്ടാകുന്ന രക്തം പോക്കിനും ശമനമുണ്ടാകും. 14. കൃമികീടങ്ങളുടെ വിഷാംശം ചർമ്മത്തിലേറ്റ് കഴിഞ്ഞാൽ ആ കടിച്ച ഭാഗത്ത് പാവലിൻ്റെ ഇല അരച്ച് പുരട്ടുന്നത് നീര് വരുന്നത് തടയുന്നതാണ്. 15. കായം, ഇന്ദുപ്പ് എന്നിവയോടൊപ്പം പാവലിലയുടെ നീരും ചേർത്ത് കഴിച്ചാൽ കൃമിരോഗങ്ങൾ ശമിക്കും. 16. ത്വക്ക് രോഗങ്ങൾക്ക് പാവലിൻ്റെ ഇലയും തണ്ടും കായും അരച്ച് തേക്കുന്നത് നല്ലതാണ്. 16. പാവലിൻ്റെ ഇലയുടെ നീര് 10 മില്ലി 1 ഗ്രാം മഞ്ഞൾപ്പൊടിയിൽ ചേർത്ത് ദിവസം 3 നേരം വീതം കഴിച്ചാൽ മസൂരിക, ലഘുമസൂരിക എന്നിവ ശമിക്കുന്നതാണ്. കൃഷി വിവരങ്ങളെ നോക്കാം. വർഷത്തിൽ പലതവണ പാവൽ കൃഷി ചെയ്യാൻ സാധിക്കും. ഏപ്രിൽ, മെയ്, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ കൃഷി ഇറക്കിയാൽ രോഗങ്ങൾ കുറയാനും കായ്ഫലമുണ്ടാകാനും കൂടുതൽ സാധ്യതയുണ്ട്. കേരളത്തിലെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഇനങ്ങൾ പ്രീതി, പ്രിയ, പ്രിയങ്ക എന്നിവയാണ്. നല്ല സൂര്യപ്രകാശവും വളക്കൂറുമുള്ള ഏത് മണ്ണിലും പാവൽ കൃഷി ചെയ്യാൻ പറ്റും. 60 സെൻറ്റിമീറ്റർ നീളത്തിലും 30 സെൻറ്റിമീറ്റർ താഴ്ചയുമുള്ള കുഴികളാണ് എടുക്കേണ്ടത്. കുഴി തയ്യാറാക്കിയ ശേഷം 100 ഗ്രാം കുമ്മായപ്പൊടി ചേർത്ത് 2 ആഴ്ച കുഴി വെറുതെ ഇടണം. 2 ആഴ്ചയ്ക്ക് ശേഷം 100 ഗ്രാം എല്ലുപൊടി, 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, ചാണകം ഉണങ്ങിയത്, മറ്റു വളങ്ങളൊക്കെ മേൽമണ്ണായി യോജിപ്പിച്ച് കുഴിയുടെ 3/4 ഭാഗത്തോളം നിറയ്ക്കാവുന്നതാണ്. 24 മണിക്കൂർ വിത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് വേണം നടാൻ. സാധാരണ ഒരു കുഴിയിൽ 5 വിത്താണ് ഇടേണ്ടത്. കിളിർത്ത് വരുമ്പോൾ കരുത്തുള്ള 3 തൈകൾ നിർത്തിയും ബാക്കിയുള്ളതിനെ പറിച്ച് കളയാം. പാവൽ പടരാൻ പ്രായമാകുമ്പോൾ പന്തലിട്ട് കൊടുക്കേണ്ടതാണ്. പാവൽ നട്ട് 30 ദിവസം ആകുമ്പോൾ എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും ചാണകപ്പൊടിയോ ചാരവുമായിട്ട് യോജിപ്പിച്ച് തടത്തിന് അല്പം അകലെയായി മണ്ണിളക്കി വളമിട്ട് കൊടുക്കാവുന്നതാണ്. പാവലിന് 45 ദിവസം കഴിയുമ്പോൾ പൂക്കാൻ തുടങ്ങും. 60-70 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിളവെടുക്കാൻ സാധിക്കും. മൊസൈക്ക് രോഗം, കുമിൾ രോഗം, കായീച്ച, വെള്ളീച്ച, ജാസിഡ് എന്നിവയ്ക്കെതിരെ കരുതൽ നമ്മളുണ്ടാകണം. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം അറിയിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.